കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പ്രിപ്പോസിഷന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അതായത് ഇൻ, അണ്ടർ, എബവ്, ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ബിഹൈൻഡ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ, എമങ്. ഈ വാക്കുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ബിറ്റ്വീൻ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ് ഓഫ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സാഹചര്യങ്ങളിൽ ഇതിൻ്റെ അർത്ഥം മാറി പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വാക്ക് തന്നെ അല്ല നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കി പഠിച്ചിട്ട് നമ്മളിനി നാളെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ബിസൈഡ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിറ്റ്വീൻ, എമങ് അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മൈ നെയിം ഈസ് ഷിജു തോമസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സിൻ്റെ പുറകിൽ ഒരു പട്ടിക്കുട്ടി ഒളിച്ച് നിൽക്കുന്നത് കാണാം അല്ലേ? അപ്പോൾ ഈ പട്ടിക്കുട്ടി ബോക്സിൻ്റെ പുറകിൽ നിൽക്കുന്നതിന് എന്താ പറയുക? ബിഹൈൻഡ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിസൈഡ് എന്നൊക്കെയുള്ള ഓപ്ഷനുകളിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുക? അല്ലെങ്കിൽ ബിറ്റ്വീൻ ഏതാ പറയാൻ പറ്റുക? നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ പറയാൻ പറ്റുന്നത് ദ ഡോഗ് ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബോക്സ്. ഡോഗ് ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ബോക്സ്, അതായത് പട്ടിക്കുട്ടി ആ ബോക്സിന്റെ പിറകിലാണ് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത് ഒരു പെൺകുട്ടി ഒരു ടേബിൾ ഫാനിന്റെ മുമ്പിൽ ഇരുന്ന് കാറ്റ് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ മുൻപിലിരുന്ന് കാറ്റ് കൊള്ളുന്ന സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് എന്ത് വാക്കാണ് പറയാൻ പറ്റുക? ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, ബിസൈഡ് എന്താ പറയാൻ പറ്റുക? നോക്കട്ടാ. It's not a hot day, but Neeta is sitting in front of the fan. The girl is sitting in front of the fan. പെൺകുട്ടി ഫാനിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. The girl is sitting in front of the fan. In front of the. ക്ലിയർ ആയില്ലേ? നോക്കട്ടാ. അതായത് ഒരു നായ്ക്കുട്ടി ഒരു സോഫയുടെ സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു സോഫയുടെ അടുത്ത് കിടന്നുറങ്ങുന്ന ഒരു നായ്ക്കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? The dog is sleeping beside the sofa. അതായത് സോഫയുടെ സൈഡിൽ കിടന്നുറങ്ങുന്നു. അതായത് ബിഹൈൻഡോ, ബിറ്റ്വീനോ, ഇൻ ഫ്രണ്ട് ഓഫോ അതൊന്നല്ല വരുന്നത്. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ് ബിസൈഡ് ദ സോഫ. സോഫയുടെ അരികിൽ അല്ലെങ്കിൽ സോഫയുടെ സൈഡിൽ കിടന്നുറങ്ങുന്നു. അടുത്ത് നോക്കട്ടെ. രണ്ട് ബോക്സിന്റെ ഇടയിൽ ഒരു ബോൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോക്സിന്റെ ഇടയിൽ ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാൻ പറ്റും അതിന് നമുക്ക് ബിറ്റ്വീൻ പറയാൻ പറ്റും. ബിറ്റ്വീൻ. നെക്സ്റ്റ് ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് തെങ്ങുമ്മ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്താ പറയും? ദ ഹാമോക്ക് ഈസ് ഹാങ്ങിങ് ബിറ്റ്വീൻ ടു കോക്കനട്ട് ട്രീസ്. ഈ രണ്ട് കോക്കനട്ട് ട്രീസിന്റെ ഇടയിലാണ് ഹാമോക്ക് ഉള്ളത് എന്ന് പറയില്ലേ? അതായത് അല്ലെങ്കിൽ ഈ രണ്ട് ബോക്സിന്റെ ഇടയിലാണ് ഈ ബോൾ ഉള്ളത്. രണ്ടെണ്ണത്തിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ ആണ് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. രണ്ടെണ്ണത്തിന്റെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാവും രണ്ടെണ്ണത്തിന്റെ ഇടയിൽ എന്ന് വെച്ച് ചിന്തിക്കുന്നത്? വേറെ അടുത്തൊരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അതായത് ഇപ്പോൾ നോക്കൂ, ഒരു പട്ടിക്കുട്ടി 4 ബോക്സിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 5-6 ബോക്സിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ബോക്സുകൾക്ക് ഇടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് നടുവിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമങ് എന്നാണ് പറയുക. ഇപ്പം ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ, ഐ ആം സിറ്റിംഗ് എമങ് ദ ബോക്സസ്. ഐ ആം സിറ്റിംഗ് എമങ് ദ ബോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബോക്സുകൾക്ക് നടുവിൽ അല്ലെങ്കിൽ അതിന് ചുറ്റും, എനിക്ക് ചുറ്റും കുറേ ബോക്സുകൾ ഉണ്ടെന്നുള്ള പോലെ കുറേ ബോക്സുകൾക്ക് ചുറ്റും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എമങ് ദ ബോക്സസ് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ 2 വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ പറഞ്ഞു. കുറേ ബോക്സ്, 2-ൽ കൂടുതൽ ബോക്സുകൾ, 2-ൽ കൂടുതൽ എണ്ണം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമങ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 മരത്തിന്റെ നടുവിൽ ഒരു വീട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? There is an outhouse between the 2 trees. There is a house between the 2 trees. ഈ 2 മരങ്ങൾക്ക് നടുവിൽ ഒരു വീടുണ്ട്. ക്ലിയർ ആയില്ലേ? 2 മരത്തിന് നടുവിൽ വരികയാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് അടുത്തൊരു വീട് നിൽക്കുന്നതിന് ചുറ്റും കുറേ മരങ്ങളുണ്ട്. അപ്പം എന്ത് പറയും? There is a house among the trees. There is a house among the trees. അതായത് കുറേ മരങ്ങൾക്ക് നടുവിൽ ഒരു വീട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? There is a house among the trees. അല്ല, 2 മരത്തിന്റെ നടുവിലാണ് ഒരു വീട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും? There is a house between the trees. ക്ലിയർ ആയില്ലേ? മാറിപ്പോരുന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ. അടുത്തതാണ് എന്ത്? ഒരു നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, ഈ വഞ്ചിയിൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് പറയില്ലേ? വി ടുക്ക് എ ഫെറി അക്രോസ് ദ റിവർ. അതായത് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓവർ ദ ഹെഡ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. അതിനെ നമ്മൾ എന്ത് പറയാം? വി ടുക്ക് എ ഫെറി അക്രോസ് ദ റിവർ. സെന്റൻസ് നോക്കട്ടെ. അക്രോസ് ക്യാൻ ബി യൂസ്ഡ് ടു ഷോ പൊസിഷൻ ആൻഡ് മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് അക്രോസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു മൂവ്മെന്റ് കാണിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ അക്രോസ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ബോക്സിന്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചാണല്ലേ, ഒരു ബോക്സിന്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ദ ബോക്സ് എന്ന് പറയും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാണ്, ഒന്നുകൂടി ജസ്റ്റ് പറയുന്നത് മാത്രമല്ലോ. ഇവിടെ ഒരു ഡോഗ് ഒരു ബോക്സിന്റെ ഉള്ളിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്.
ഐ എം ഹൈഡിങ് ഇൻ ദ ബോക്സ്. ഒരു കുട്ടി പൂളിലേക്ക് ചാടാണ്, അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിലേക്ക് ചാടാണ്, നമ്മുടെ നാട്ടിൽ കുളത്തിലേക്ക് ചാടാണ് അല്ലെങ്കിൽ കടലിലേക്ക് ചാടാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ചാടാണ്. അപ്പം നമ്മൾ എന്ത് പറയും? ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ. ഹി ജംപ്ഡ് ഇൻ ടു ദ പൂൾ, അല്ലേ? മനസ്സിലായില്ലേ? അതായത് into can be used to indicate an action or a movement of something towards something else. അതായത് ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെന്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാണിക്കുന്നതിന് എന്താ പറയാ? ഒരാൾ കരയിന്ന് വെള്ളത്തിലേക്ക് ചാടുന്നു, ഇൻ ടു ദ പൂൾ. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളിൽ പലർക്കും സംശയം തോന്നുന്നുണ്ടോ, അപ്പൊ ഇന്നും ഇൻറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്, അല്ലെ? ഇന്ന് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതിന് ഇന്ന് പറയും, ഒരാൾ അതിൻ്റെ ഉള്ളിൽ ചാടുന്നതിന് ഇൻറ്റു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ പലർക്കും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ഔട്ടാ. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇൻ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓർ പ്ലേസ് വേർ സമ്മൺ ഓർ സംതിങ് ഈസ് ഓൾറെഡി ദർ. അതായത് നമ്മളൊരു ഒരു ഒരു ബോൾ എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഇൻ ദ ബോക്സ് എന്ന് പറയണതായിരിക്കും. അതായത് ആ ബോൾ ഓൾറെഡി ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് നമ്മൾ കാണിക്കുമ്പോൾ, അതായത് ഇൻ ദ ബോക്സ്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇൻ ടു ആണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഓർ എ മൂവ്മെന്റ് ഓഫ് സംതിങ് ടുവേർഡ് സംതിങ്. അതായത് ആ ബോൾ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻ ടു ദ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി ബോക്സിൻ്റെ ഉള്ളിലേക്ക് ചാടി, ഇൻ ടു ദ ബോക്സ് എന്ന് പറയാം. പക്ഷെ പട്ടിക്കുട്ടി ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ദ ഡോഗ് ഈസ് ഇൻ ദ ബോക്സ് എന്ന് പറയും. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു മൂവ്മെന്റ് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ടു ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓപ്ഷനുകൾ പറയുന്നു, ചോദ്യം പറയുന്നു, നിങ്ങൾ അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ഉത്തരത്തിൽ മെൻഷൻ ചെയ്യണം കേട്ടോ, കമന്റിൽ മെൻഷൻ ചെയ്യണം. അതായത് ഒന്നാമത്തേത് ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദർ ഈസ് എ സ്കൂൾ ജസ്റ്റ്, ഓപ്ഷൻ ഉള്ളത് അക്രോസും അണ്ടറും ആണുള്ളത്. ദർ ഈസ് എ സ്കൂൾ ജസ്റ്റ് അക്രോസ് ദ റോഡാണോ കറക്റ്റ്, അല്ലെങ്കിൽ ദർ ഈസ് എ സ്കൂൾ ജസ്റ്റ് അണ്ടർ ദ റോഡാണോ കറക്റ്റ്? അപ്പോൾ അക്രോസും അണ്ടറും എന്താന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഓപ്ഷൻ ഏതാന്നുള്ളത് കമന്റിൽ മെൻഷൻ ചെയ്യണം. ഒരാൾ കാറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്നതാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. ഗെറ്റ് ഇൻ ടു ദ കാറാണോ വരിക, ഗെറ്റ് ബിഹൈൻഡ് ദ കാറാണോ വരിക? ഗെറ്റ് ഇൻ ടു ദ കാറും ഗെറ്റ് ബിഹൈൻഡ് ദ കാറും, ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക എന്നുള്ളത് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക രണ്ടാമതായിട്ട് കേട്ടോ. മൂന്നാമത്തത് ദ ബീസ് വേർ ബസ്സിങ് ഡാഷ് ദ ഫ്ലവേഴ്സ്. അതായത് ബീസ് വേർ ബസ്സിങ്, കുറെ പൂവുകൾക്ക് ചുറ്റും ഒരു പൂമ്പാറ്റ ഇങ്ങനെ അല്ലെങ്കിൽ തേനീച്ച ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ ബീസ് വേർ ബസ്സിങ് എമംഗ് ദ ഫ്ലവേഴ്സ് ആണോ പറയുക, അല്ലെങ്കിൽ ദ ബീസ് വേർ ബസ്സിങ് ഇൻ ദ ഫ്ലവേഴ്സ് ആണോ പറയുക? അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നിയെന്നുള്ളത് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യാം. ഇനി അറിയാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കമന്റിൽ കറക്റ്റായിട്ട് സെന്റൻസ് ടൈപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഒരു ബോക്സിന്റെ മുൻപിലിരിക്കുന്നു. അപ്പൊ അതിനെന്താ പറയാം? ദ കിറ്റൻ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോക്സ്. മനസ്സിലായില്ലേ? ദ കിറ്റൻ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോക്സ്. പൂച്ചക്കുട്ടി ആ ബോക്സിന്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന് പറയില്ലേ? ഇനി 2 കസാരയ്ക്ക് നടുവിൽ ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡോഗ് സാറ്റ് ബിറ്റ്വീൻ ദ ചെയർസ്. ഡോഗ് സാറ്റ് ബിറ്റ്വീൻ ദ ചെയർസ്, അതായത് രണ്ടെണ്ണത്തിന്റെ നടുവിൽ ഇരിക്കുന്നതുകൊണ്ട് ബിറ്റ്വീൻ എന്ന് പറയുന്നു. ഒരു പെൺകുട്ടി ഒരു കസാരയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ? ഗേൾ സ്റ്റുഡ് ബിസൈഡ് ദ ചെയർ. ഗേൾ സ്റ്റുഡ് ബിസൈഡ് ദ സ്റ്റെയർ, അതായത് ചെയറിന്റെ അടുത്ത് ആ പെൺകുട്ടി നിന്നു എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇൻടു, ഇന്ന്, ബിറ്റ്വീൻ, എമങ്, അത്തരത്തിലുള്ള ബിസൈഡ്, അത്തരത്തിലുള്ള കുറെ പ്രിപ്പോസിഷൻസ് പഠിച്ചു. മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ അതിനകത്ത് വേറെ കുറെ പ്രിപ്പോസിഷനുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പഠിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാചകം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ വെച്ചിട്ട് 1-2 വാചകങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്നവരിക്കും. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്.